ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായി ഉരുകി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇവിടെ ഞാൻ 8 സവാള അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ പകുതി സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്ത് സവാള നന്നായി വഴറ്റിയെടുക്കുക. ഇതുപോലെ സവാള നല്ലതുപോലെ വഴണ്ട് വരണം. വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. അതും ആഡ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായി വഴറ്റുക. തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വരണം. ഇതിവിടെ ഇരുന്ന് നന്നായി വഴണ്ട് വരട്ടെ. നമുക്ക് ചിക്കൻ സെറ്റ് ചെയ്യാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയിട്ട് ഇവിടെ ഞാൻ 2 ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ നാരങ്ങ 2 ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ വലിയ നാരങ്ങയാണെങ്കിൽ 1 മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. ഞാൻ 1 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നന്നായി വിരവി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നന്നായി ഉപ്പ് മസാല എല്ലാം പിടിക്കട്ടെ. ഇനി നേരത്തെ ഞാൻ സവാളയൊക്കെ വഴറ്റായിട്ടിരുന്നില്ലേ, സവാളയും തക്കാളിയെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനും ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. ചിക്കൻ നല്ലതുപോലെ വെന്തൊന്നും വരണ്ട. ഈ മസാലയെല്ലാം കോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടായി ഈ മസാലയിലെ ഉപ്പും പുളിയൊക്കെ ചിക്കനിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. അരിയും കൂടെ ഇടുമ്പോഴത്തേക്ക് ചിക്കൻ അതിൽ കിടന്ന് നന്നായി വെന്തോളും. ഞാൻ ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് ഞാൻ ഈ കാണുന്ന ഗ്ലാസിൻ്റെ അളവിന് 3.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ 6 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും. ഈ വെള്ളം ഞാൻ ഗ്യാസിലോട്ട് മാറ്റി. ഇനി ഇതിലേക്ക് 5 ഗ്രാമ്പു, 8 ഏലയ്ക്ക, കുറച്ച് പട്ട, മസാലയില, 1 തക്കോലം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ വെള്ളം വേവാൻ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കി വേണം ഉപ്പിടാൻ. ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കണം. എങ്കിലും അരി ഇടുമ്പോൾ അരിക്കും ഉപ്പ് പാകമായി നിൽക്കുകയുള്ളൂ. നന്നായി കഴുകി വൃത്തിയാക്കി തോരാൻ വെച്ചിരുന്ന അരി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. അതിനു മുന്നേ ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യും കൂടെ ചേർത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ പകുതി സവാളയാണ് ആഡ് ചെയ്തിരുന്നത്. ഇനി പകുതി സവാള നല്ലതുപോലെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ആ സവാള ഇട്ട് ഇതുപോലെ നല്ല ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിച്ചെടുത്ത് എല്ലാ സവാളയും നമുക്കിതുപോലെ മൂപ്പിച്ചെടുക്കാം. സവാള മൂപ്പിച്ച ആ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കാണിച്ചിട്ടില്ല. കുറേശ്ശെ എടുത്താൽ മതി. അണ്ടിപ്പരിപ്പ് ഇട്ട് അണ്ടിപ്പരിപ്പ് നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ട് മുന്തിരി നന്നായി മൂത്ത് വന്നപ്പോൾ അതിനെ ഞാൻ കോരിയെടുക്കുകയാണ്. ഇവിടെ ബിരിയാണി നല്ലതുപോലെ വെന്ത് സെറ്റായി കിടപ്പുണ്ട്. ഇനി നമുക്കിത് ചെറുതായി ഒന്ന് ദം ചെയ്യണം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. കണ്ടില്ല, എൻ്റെ 1 ബോട്ടിൽ നെയ്യും തീർന്നു. സോറി കേട്ടോ, ബിരിയാണി മാത്രം വെച്ചതല്ല, ഓരോ സാധനങ്ങളുണ്ടാക്കി. പിന്നെ ഇവിടെ ഞാൻ ഫസ്റ്റ് ലെയർ ഇട്ടു, സെക്കൻഡ് ലെയർ ഇട്ടു. അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. അത് അവസാനത്തെ ലെയറാണ്. ബിരിയാണി അതിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇലകൾ ആഡ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത്, ഇലകളെന്ന് വെച്ചാൽ മല്ലിയില, പുതിനയില, വറുത്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിൻ്റെ പുറത്തിട്ട് നന്നായി ഒന്ന് ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ മീതായിട്ട് കുറച്ചുകൂടെ നെയ്യ് വീത്തിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ചെറുതായി ഒന്ന് ആവി കയറ്റണം. എല്ലാം നല്ല വെന്ത സാധനങ്ങളായതുകൊണ്ട് അധികം ആവിയൊന്നും വേണ്ട. ചെറുതായി ആവി കയറ്റിയപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.